വഞ്ചിപ്പാട്ടിൽ ആചാരവും തനിമയും നിലനിർത്തി പത്തനംതിട്ടയിൽ നിന്നുള്ള കുട്ടികൾ. തിരുവല്ല കാവുംഭാഗം DBHS സ്കൂളിലെ കുട്ടികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് അവതരിപ്പിച്ച് ശ്രദ്ധാകേന്ദ്രമായത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ലെന്തച്യുതനാണേ അങ്ങനെ ആശ്രയം മറ്റാരുമില്ലാതെ എൻ്റെ അച്യുതനാണ്. അതായത് രാമപുരത്ത് വാര്യർ ഭഗവാൻ കൃഷ്ണനോട് പിന്നെ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത്. ഇത് പാടുന്നത് തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അതായത് പള്ളിയോടം സ്ഥിതി ചെയ്യുന്ന കദളിമംഗലം പള്ളിയോടം സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡിൽ നിന്നാണ്. അതായത് 52 പള്ളിയോടക്കരകളിൽ നിന്നുമാണ് ഇവർ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരിവിടെ ആദ്യം സാർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ളത്? നമ്മളിപ്പോൾ 2 വർഷമായിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം പോലെ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഈ വട്ടം വന്നു. പിന്നെ ഇപ്പോൾ ഈ വട്ടമാണ് സ്റ്റേറ്റിൽ എത്താൻ പറ്റിയത്. നമ്മൾ ജില്ലയിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പീലായിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്നായിട്ട് തന്നെ പാടി. ഇതിനെ മണ്ടയ്ക്ക് നമ്മളൊരു പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ചിലപ്പോൾ അടുത്തൊരു ടീം പാടാം. അതുപോലെ ഭംഗിയായിട്ടാണ് അവർ ഇത്ര നേരവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കുട്ടനാടൻ ശൈലിയിൽ വെച്ചുപാട്ടിനും പ്രത്യേകം നമുക്ക് ഭക്തിക്ക് സാന്ദ്രമുള്ളതാണ് ആറന്മുള ശൈലിയിൽ. അപ്പോൾ അതിലേക്ക് കുട്ടനാട ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവേശമാണ് അവിടെ. പക്ഷേ ആറന്മുള വഞ്ചിപ്പാട്ടിനെ നമ്മളത് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഭക്തിയാണ്. ഭഗവാന് വേണ്ടി നമ്മൾ തിരുവാർമുളപ്പിന് വേണ്ടി പാടുന്നതാണ്. അതിൽ നമ്മൾ ആവേശമില്ല, ഭഗവാനോടുള്ള ഭക്തിയാണ് നമ്മൾ പാട്ടിലൂടെ അറിയിക്കുന്നത്. ഞങ്ങൾ 10 പേരാണ് പങ്കെടുത്തത്. 10 പേര് ഹൈസ്കൂൾ വിഭാഗത്തിലായിരുന്നു. 9ഉം 10ഉം ക്ലാസ്സുള്ള ആൾക്കാരായിരുന്നു പങ്കെടുത്തത്. സ്കൂളിൻ്റെ അടുത്തൊരു പള്ളിയോടം കദളിമംഗലം. അനുശ്രീ, അക്ഷയ, അമൃത, അമൃതശ്രീ, അമൃത ഗിരീഷ്, ആഷിമ സജി, ആര്യ മനോജ്, കീർത്തി, ആവണി, പൈക, പഞ്ചമി. അങ്ങനെ ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായി 52 പള്ളിയോടക്കരകളുണ്ട്. അതിലെ ഒരു പള്ളിയോടക്കരകൾ സ്ഥിതി ചെയ്യുന്ന വെൺപാലയിൽ നിന്നാണ്. അതായത് തിരുവല്ല ദേവസ്വം ബോർഡിൻ്റെ സമീപത്താണ് വെൺപാല പള്ളിയോടക്കര സ്ഥിതി ചെയ്യുന്നത്. തിരുവാറന്മുളയപ്പൻ്റെ അവദാനങ്ങൾ പാട്ടുപാടി അവർ ആശ്രയം ആരുമില്ല. അപ്പം അങ്ങനെ വിധികർത്താക്കളുടെ മുമ്പിലേക്ക് അവർ അപേക്ഷ അവൽക്കിഴിയായി സമർപ്പിച്ചേക്കുവാണ്. ഇനി വിധി നിർണ്ണയിക്കേണ്ടത് വിധികർത്താക്കളായ ഭഗവാനാണ്. അവർക്ക് A ഗ്രേഡ് കിട്ടുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ. അവസാനം 2 വരി ഭഗവാനോട് കൂടി പാടി നമുക്ക് അവസാനം.